ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ലിങ്ക്ഡിൽ എങ്ങനെ നമുക്ക് ആഡ് ഇടാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കുക. ലിങ്ക്ഡിൽ എങ്ങനെ ആഡ് ഇടാം എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുക. ക്ലിയർ? അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ജസ്റ്റ് അതിന്റെ കുറച്ചൊരു ബേസിക് ഇങ്ങനെ പറയാം, അതിനുശേഷം ഞാൻ പ്രാക്ടിക്കലി കാണിച്ചു തരാം. നമുക്കറിയാം ലിങ്ക്ഡിൻ ആഡ്സ്. നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, നിങ്ങൾക്ക് ഡിജിറ്റലിൽ എവിടെയും ആഡ് ഇടാം. ഫേസ്ബുക്കിൽ ആഡ് ഇടാം, ഇൻസ്റ്റയിൽ ഇടാം, യൂട്യൂബിൽ ഇടാം. ഏത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെയും ഇൻകം എന്ന് പറയുന്നത് ആഡാണ്. എല്ലാവരുടെയും കോൺസെപ്റ്റുകൾ സെയിം ആണ്. എല്ലാവർക്കും ഉണ്ടാവും ക്യാമ്പയിൻ, ആഡ് ഗ്രൂപ്പ്, ഇംപ്രഷൻ, ക്ലിക്ക്, CTR, കോസ്റ്റ് പെർ ക്ലിക്ക്, എല്ലാവർക്കും ഉണ്ടാവും അത്. എവറിത്തിങ് ആ കോൺസെപ്റ്റ് ഡിജിറ്റൽ ടേംസ് ആണ്. അതെല്ലാ ആഡ് പ്ലാറ്റ്ഫോമിനും സെയിം ആണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം. ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് നമുക്ക് അതിൽ ഫ്രീ ആയിട്ട് ചെയ്യാം, പെയ്ഡ് അഡ്വർടൈസ്മെന്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ടൈറ്റിൽ വെച്ചിട്ട്, ഇൻഡസ്ട്രി വെച്ചിട്ട്, ഇൻട്രസ്റ്റ് വെച്ചിട്ട്, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, ഹൈ ക്വാളിറ്റി ഓഡിയൻസ്. ലിങ്ക്ഡിൻ ആഡിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതായത് ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഈ ലിങ്ക്ഡിൻ ആഡിന്റെ ഏറ്റവും വലിയ ഗുണം. പ്രിസൈസ് അതായത് ഇൻഡസ്ട്രി, ജോബ് ടൈറ്റിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൊഫസേഴ്സിനെ മാത്രം ടാർഗറ്റ് ചെയ്യാം, ഡോക്ടേഴ്സിന് അത് നമുക്ക് ഫേസ്ബുക്കിൽ പറ്റും. ഇവിടെ കുറച്ചും കൂടി ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. LinkedIn versus Google versus Facebook. Compared to Facebook and Google, LinkedIn offers more professional audience ആണ് അവിടെ. ക്ലിയർ ആയോ? നമുക്ക് അങ്ങനെയുള്ള നിങ്ങളുടെ പ്രൊഡക്റ്റ് സർവീസ് അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇവിടെ സൂട്ടബിൾ ആവൂ. ഒരു പ്രൊഫഷണൽ ഓഡിയൻസിനെയാണ് നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നോർമൽ സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ജോലി ചെയ്യണവരോ അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല. 950 million പ്രൊഫഷണൽസ് വേൾഡ് വൈഡ് ഉണ്ടെന്നാണ് പറയണേ. 4 out of 5 LinkedIn users drive business decisions. LinkedIn ഉള്ളവരായിരിക്കും ഡിസിഷൻസ് എടുക്കുക. 75% പ്രൊഫഷണൽ യൂസ് LinkedIn ഫോർ കരിയർ ഗ്രോ. കണ്ടോ, പ്രൊഫഷണൽസിനാണ്. അതുകൊണ്ടാണ് പ്രൊഫഷണൽ നെറ്റ്വർക്ക് എന്ന് പറയാം. ലിങ്ക്ഡിനിൽ നമുക്ക് സ്പോൺസേർഡ് കോണ്ടന്റ് ഉണ്ട്, ടെക്സ്റ്റ് ആഡ് ഉണ്ട്, മെസ്സേജ് അയക്കുക. നമ്മുടെ ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് തന്നെ നമുക്ക് മെസ്സേജ് അയക്കാം. ഇമേജ് ആഡ് ഉണ്ട്, കറൗസൽ ആഡ് ഉണ്ട്, വീഡിയോ ആഡ് ഉണ്ട്, ഇവന്റ് ആഡ് ഉണ്ട്, മറ്റേ ഫേസ്ബുക്കിലേക്ക് ഉള്ളതുപോലെ തന്നെ. ടാർഗറ്റിംഗ്, ജോബ് ടൈറ്റിൽ, ഇൻഡസ്ട്രി, എഡ്യൂക്കേഷൻ, സ്കിൽ, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ബിഡിങ് ഉണ്ട്, അവിടെ നമുക്ക് കോസ്റ്റ് പെർ ക്ലിക്ക് ഉണ്ട്, കോസ്റ്റ് പെർ ഇംപ്രഷൻ ഉണ്ട്. ഇംപ്രഷൻ എന്താണെന്ന് ഞാൻ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ അറിയില്ല. പഠിപ്പിച്ചിട്ടുണ്ടോ? കോസ്റ്റ് പെർ ഇംപ്രഷൻ, 1000 ഇംപ്രഷൻ നമുക്ക് ചെയ്യാം. ആഡ് അപ്പ് യുവർ ന്യൂസ് ഫീഡ്, സൈഡ് ബാർ, മെസ്സേജസ്, ഇവിടെയൊക്കെ നമുക്ക് ആഡ് വരുത്താൻ പറ്റും. നോർമലുള്ള ജസ്റ്റ് ഇതിന്റെ ഒരു ബേസിക് കാണിച്ചതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ക്യാമ്പയിൻ ചെയ്യുന്നത് കാണിച്ചു തരാം. സർ, ഈ ലിങ്ക്ഡിനില് ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ? ഫേക്കോ? മീൻസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പിന്നെ ആൾക്കാര് ഇൻഫോർമേഷൻസ് എന്തെങ്കിലുമൊക്കെ വെച്ച് ചെയ്യാലോ. പക്ഷെ അവരത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിജക്ട് ആയി പോകും. പക്ഷെ ഡെഫിനറ്റ്ലി ചെയ്യാം. പറ്റില്ലേ? ഡെഫിനറ്റ്ലി ഒരു പ്രൊഫഷണൽസിന് ഒരു അക്കൗണ്ട് എന്നാണ് അതിന്റെ കണക്ക്. ചിലവർ ഫേക്ക് ഒക്കെ ഉണ്ടാക്കിയിടും, പക്ഷെ അത് നല്ലതല്ല. പേജ് ഉണ്ടാക്കാൻ പറ്റും. പേജ് ഉണ്ടാക്കുക, അതാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ഹൃദിക് ബിജുവിന്റെ പ്രൊഫൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പാഷനേറ്റ് അബൌട്ട് ഡേറ്റ, ടെക്നോളജി, ഇന്നോവേഷൻ, പിന്നെ എക്സ്പ്ലോറിംഗ് AI ഡ്രിവൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. AI ഡേറ്റ ഡ്രിവൺ എഴുതാം കേട്ടോ ഹൃദിക്. സാർ, അത് എഡിറ്റ് ചെയ്യാം. ഡേറ്റ ഡ്രിവൺ. ഓക്കെ, ഡേറ്റ ഡ്രിവൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്.
ഓക്കെ, നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ എന്നിട്ട് പറയാം ഐ ആം ലുക്കിംഗ് ഫോർ ഓപ്പർച്യൂണിറ്റി. മനസ്സിലായോ? അങ്ങനെ നിങ്ങൾക്ക് സാധനം ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ നിങ്ങൾ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അതൊക്കെയാണ് അതിൻ്റെ ഗുണം. ഓക്കെ, ഇനി നമ്മൾ ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും ലിങ്ക്ഡിൻ എടുക്കുക. ലിങ്ക്ഡിൻ എടുത്തിട്ട് ഇവിടെ നിങ്ങൾക്ക് കണ്ടോ, ഇവിടെ അഡ്വർടൈസ് ഓൺ ലിങ്ക്ഡിൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ക്രിയേറ്റ് എ കമ്പനി പേജ് ഉണ്ട്. മനസ്സിലായോ? ലിങ്ക്ഡിൻ ആഡിൽ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ പേജ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് എ കമ്പനി പേജ് ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും സ്ക്രീൻ ഷെയർ ചെയ്തത് ഞാൻ കാണിച്ചു തരാം. ആരെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോണേ? ഫാസ്റ്റ് ആയിട്ട് സ്പീഡ് ആരുടെ ഉള്ളത്? ഞാൻ ഷെയർ ചെയ്യാം സർ. ആ, ഷെയർ ചെയ്യും. സർ ഷെയറിംഗ് ഓൺ അല്ല. ഒരു സെക്കൻഡ്. ആ, ഒന്ന് ട്രൈ ചെയ്തേ. ഓക്കെ, അവിടെ ഇനിയും ക്രിയേറ്റ് എ കമ്പനി പേജ് ക്ലിക്ക് ചെയ്യുക. അല്ല, ക്രിയേറ്റ് എ ലിങ്ക്ഡിൻ പേജ്. കമ്പനി, സ്മോൾ, മീഡിയം, ലാർജ് ബിസിനസ്, ഷോ കേസ് പേജ്, സബ് പേജ് അസോസിയേഷൻ, എക്സിസ്റ്റിംഗ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്കൂൾ, യൂണിവേഴ്സിറ്റി. ഇപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ആ കമ്പനിമ ക്ലിക്ക് ചെയ്യുക. സിമ്പിൾ ആണ്, നോർമലി ചെയ്യുന്നത് പോലെ ഒരു പേജ്. ഇപ്പൊ നിങ്ങളുടെ കമ്പനിയുടെ ഓർഗനൈസേഷൻ എന്താണ്? എന്തെങ്കിലും പേരിട്ടിട്ടുണ്ടോ? പിക്സൽ അത് തന്നെയാണ്. ആയിട്ടോ, അതിനെ കൊടുക്ക്, പെട്ടെന്ന് കൊടുക്ക്. നിങ്ങൾ അത് ഇത് അൺമ്യൂട്ട് ചെയ്ത് വെക്കട്ടെ, മ്യൂട്ട് ചെയ്ത് വെക്കല്ലേ. ഓക്കെ സർ. ഇനി അപ്പൊ നിങ്ങളുടെ കമ്പനിയുടെ linkedin.com/company/pixel. ഓക്കെ, നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ദിസ് പബ്ലിക് യു ആർ ഓൾറെഡി യൂസ് എന്ന് പറഞ്ഞേക്കണേ. കണ്ടോ? യു ക്യാൻ ഐദർ എഡിറ്റ് ഇത്. ഓക്കെ, നെയിം അത് മതി, ആ URL ആണ് എന്ന് താഴെ കണ്ടോ, താഴെ അവിടെ നിങ്ങൾ വേറെ എന്തെങ്കിലും കൂടി ആഡ് ചെയ്യുക. പിക്സൽ ഡിജിറ്റൽ. ആ, ഓക്കെ. ഇനി വെബ്സൈറ്റ് ഏതാ കൊടുത്തോളൂ. നിങ്ങൾ അത് ഉണ്ടാക്കിയതല്ലേ, നിങ്ങള് ബ്ലോഗിന് ഉണ്ടാക്കിയ? ഇല്ല, ഉണ്ടാക്കിയിട്ടില്ല. ആ, അപ്പൊ അത് പൊട്ട നിർബന്ധമില്ല കേട്ടോ. ഇത് താഴേക്ക് ഇൻഡസ്ട്രി സെലക്ട് ചെയ്യുക. ഇൻഡസ്ട്രി ആണെങ്കിൽ ഡിജിറ്റൽ എന്ന് പറഞ്ഞ് മാർക്കറ്റിംഗ് എന്നാണോ വരേണ്ടത്? ഡിജിറ്റൽ ആക്സസിബിലിറ്റി സർവീസ് അത് തന്നെയാണോ വരിക? അത് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് ഉണ്ടോ നോക്കിയേ. ആ, ഇന്റർനെറ്റ് ടെക്നോളജി ഇൻഫോർമേഷൻ ഇന്റർനെറ്റ് അതായാലും മതി. ഓക്കെ, ഓർഗനൈസേഷൻ സൈസ് 0 to 1 എംപ്ലോയി. ഓർഗനൈസേഷൻ ടൈപ്പ് സെൽഫ് എംപ്ലോയിഡ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ലോഗോ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാം. അതേപോലെ ഐ വെരിഫൈ കൊടുക്കുക. ക്രിയേറ്റ് പേജ്. എന്തെങ്കിലും മെസ്സേജും ആവട്ടെ. ക്ലിയർ ആയല്ലോ? ഇതാണ് ആദ്യം തന്നെ നിങ്ങൾ ഒരു പേജ് ക്രിയേറ്റ്. നിങ്ങൾക്ക് ഈ പേജിൽ ഫേസ്ബുക്കിലൊക്കെ ചെയ്തതുപോലെ പല കാര്യങ്ങൾ ആഡ് ചെയ്യാം. പേജ് പോസ്റ്റ് ഉണ്ട്, അനലറ്റിക്സ് ഉണ്ട്, പല കാര്യങ്ങളും നിങ്ങൾക്ക് അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. നോർമലി ചെയ്യുന്നത് പോലെ അത് നിങ്ങൾ അതുപോലെ തന്നെ പോസ്റ്റ് ചെയ്യുക, സ്റ്റാർട്ട് പോസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇനി നിങ്ങൾ വീണ്ടും മുകളിൽ ഫോർ ബിസിനസ് ക്ലിക്ക് ചെയ്ത് ഓക്കെ, ഹയർ ഓൺ സെൽ വിത്ത് ലിങ്ക് പോസ്റ്റ് കണ്ടിട്ട് അഡ്വർടൈസ് ഓൺ ലിങ്ക്ഡിൻ ആണ്. അഡ്വർടൈസ് ഓൺ ലിങ്ക്ഡിൻ അവിടെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്തോളൂ. അവിടെയാണ് നമ്മൾ
ആഡ് പ്ലാറ്റ്ഫോം ചെയ്യാൻ പോവാം. വരട്ടെ. നിങ്ങളുടെ നെറ്റ് പണ്ടേ സ്ലോ ആണല്ലേ? അല്ല സാർ, ഇവിടെ കണക്ഷൻ ഇപ്പൊ മാറ്റി. ഓക്കെ ഗുഡ്. ഇനി ഇവിടെ നിങ്ങൾ കണ്ട ഇവിടെ ഈ പേജിലേക്ക് എത്തി. ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് സ്റ്റാർട്ടഡ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സ്ലോ ആണ്, ഡെഡ്ലി സ്ലോ ആണ്. നിങ്ങൾ എല്ലാവരും ഒരു ഇന്റർനെറ്റ് കണക്ഷൻ നിങ്ങളെ കൊണ്ട് പറ്റണില്ലല്ലോ. ഓർക്ക് തുടങ്ങിയ സംഭവം. വേറെ ആർക്കും നെറ്റില്ലല്ലോ നല്ലത്? വേറെ ആർക്കെങ്കിലും നെറ്റ് ഉണ്ടോ? ഷഹ്മ, നെറ്റ് നല്ലതാണോ? ആ സർ, കുഴപ്പമില്ല. ഒന്ന് ശരി. സ്ക്രീൻ ഷെയർ ചെയ്ത്. നെറ്റ് സ്ലോ ആണെങ്കിൽ 5 മിനിറ്റിൽ ചെയ്യേണ്ട കാര്യം 5 മണിക്കൂർ എടുത്താലും തീരില്ല. അതാണ് നെറ്റ് സ്ലോ ആണെന്നുള്ള കുഴപ്പം. അഡ്വർടൈസ് ഓൺ ലിങ്ക്ഡിൻ പേജ് ഉണ്ടാക്കിയിരുന്നോ? ഇല്ല ഇല്ല. പെട്ടെന്ന് അവിടെ താഴേക്ക് വാ. ക്രിയേറ്റ് എ കമ്പനി പേജ് ഫാസ്റ്റ്, മേക്ക് ഫാസ്റ്റ്. ക്രിയേറ്റ് എ കമ്പനി പേജ്. അത് തന്നെ, പെട്ടെന്ന് ആവട്ടെ. ഇഷ്ടമുള്ള പേര് കൊടുക്കുക. എന്ത് പേര്, എന്റെ പേരായാലും കൊടുക്കുക. നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പേരുണ്ടാക്കാൻ നമ്മൾ ഒരു മണിക്കൂർ നമ്മൾ കളയരുതല്ലോ. വെബ്സൈറ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അടുത്തടുത്ത് പോട്ടെ. അത് തന്നെ, പെട്ടെന്നാവട്ടെ. ആ, നിങ്ങളൊക്കെ എക്സ്പെർട്ട് ആയിരിക്കും ചില കാര്യങ്ങൾ. ബാക്കി നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ സെലക്ട് അല്ല അത് വന്ന ഓക്കെ. അതല്ല, ഇൻഡസ്ട്രി അവിടെ ഇല്ല. അതില് ക്രാഫ്റ്റ് ആർട്ട് എന്ന് പറഞ്ഞേക്ക്. വെറുതെ ആർട്ട് സെർച്ച് ചെയ്ത് ആർട്ട്. ആ എന്താണ് ഇതിൽ? റീറ്റെയിൽ ആർട്ട് ഡീലേഴ്സ് അതൊരു കൊടുത്തോളൂ. ആ മതി. ഓർഗനൈസേഷൻ ടൈപ്പ് സെൽഫ് എംപ്ലോയിഡ് അല്ലേ? ശരി, താഴേക്ക് പോ. ഐ അഗ്രി അടിക്കുക. നിങ്ങൾ ലോഗൊക്കെ പിന്നീട് കൊടുക്കണം കേട്ടോ. അതൊക്കെ നിങ്ങൾ പിന്നീട് ചെയ്യാം. ഓക്കെ. ഇനി വീണ്ടും ഫോർ ബിസിനസ് ക്ലിക്ക് ചെയ്യാം. ഗുഡ്. ഇനി അഡ്വർടൈസ് ഓൺ ലിങ്ക്ഡിൻ. സെയിം ആണ്, നമ്മൾ ഫേസ്ബുക്ക് ഒക്കെ പഠിച്ച അത് തന്നെ. ഒരു വ്യത്യാസവും ഇല്ല. നിങ്ങൾ തന്നെ ഞെട്ടിപ്പോ ഇത്ര ഉള്ളത് വിചാരിക്കും. ഗെറ്റ് സ്റ്റാർട്ടഡ് ഗെറ്റ് സ്റ്റാർട്ടഡ് നിങ്ങളുടെ അത് ഇത് ചെയ്യാനാണ്, ബ്ലോക്ക് ഇതാണ് കേട്ടോ. കുഴപ്പമില്ല. ഹായ് ഷെമ, ലെറ്റ്സ് സെറ്റപ്പ് യുവർ ലിങ്ക്ഡിൻ ആഡ് അക്കൗണ്ട്. കണ്ടോ? വാട്ട്സ് യുവർ അക്കൗണ്ട് നെയിം എന്ത് കണ്ടോ? നിങ്ങൾക്ക് ഓക്കാർട്ട് ക്രാഫ്റ്റ് കൊടുത്താലും മതി. നിങ്ങൾക്ക് ഇപ്പോൾ യുവർ കറൻസി സെറ്റ് ടു USD. നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. INR എടുക്കണേ INR കൊടുക്കാം. വേണമെങ്കിൽ INR കൊടുത്തിട്ട് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. INR ഉണ്ടോ നോക്കാം. ഇന്ത്യ ഉണ്ട്, കൊണ്ട് അവിടെ ഉണ്ട്. വെരി ഗുഡ്. നെക്സ്റ്റ് അടിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ വേറെ അക്കൗണ്ട് നിങ്ങൾക്ക് പറ്റില്ല. മോളി ഇനി അസോസിയേറ്റ് കണ്ട ആ പേജ് കൂടെ കണക്ട് ചെയ്യണം, നമ്മൾ ഫേസ്ബുക്കിൽ ചെയ്തതുപോലെ. ക്ലിയർ? ഇനി ഐ അഗ്രി അടിക്കുക. ഐ അഗ്രി, കണ്ടിന്യൂ. ഇനി നമ്മളിപ്പോൾ അക്കൗണ്ട് ഉണ്ടാക്കി, അതുപോലെ തന്നെ അക്കൗണ്ട് ഉണ്ടാക്കി. ഇനി നമ്മൾ ക്യാമ്പയിൻ മാനേജറാണ്. ക്യാമ്പയിൻസ് ചെയ്യാം. വി ആർ അപ്ഗ്രേഡിങ് ഒരു അക്കൗണ്ട്. അപ്ഡേറ്റ് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യും. തൊട്ട് മുന്നത്തേക്ക് ഒന്ന് സെറ്റപ്പ് തൊട്ട് മുന്നത്തെ ടാബ് എടുത്ത്. അതല്ലെന്ന്, അതിന് മുന്നത്തെ ടാബ്. അതന്നെ. ഇനി വേണ്ട 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എടുത്ത്. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ആവശ്യമായിരിക്കും. അടുത്ത ടാബ് എടുക്കാതെ തന്നെ സെറ്റപ്പ് കൊടുത്തു. വേണമെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കാനായിരിക്കും. ചെക്ക് യുവർ ലിങ്ക്ഡിൻ ആപ്പ്. വി സെൻഡ് നോട്ടിഫിക്കേഷൻ ടു യുവർ സൈൻഡ് ഇൻ ഡിവൈസസ്. എവിടെ നിങ്ങളെ മൊബൈൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ? നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. വെരി ഗുഡ്. അത് സെറ്റ് ആക്കാം.
ശരിയാ? ഇല്ല സർ, പേജ് നോട്ട് ഫൗണ്ട് എന്ന് കാണിക്കുന്നത്. ഐ ഡോണ്ട് ഹാവ് ആക്സസ് ചെയ്യണോ? അത് കൊടുത്ത്, അല്ലെങ്കിൽ റീസെന്റ് കൊടുത്താലും മതി. റീസെന്റ് ചെയ്തു. യൂസ് ചെയ്യുമ്പോൾ ഇത് കൂടെ ചെയ്യുന്ന ഓപ്പൺ ദ ക്യാമറ യൂസ് ചെയ്ത് നോക്കി. ഇത് ഗവൺമെന്റ് ID വേണം. ഓക്കെ. ലോഗിനായോ? ആ ഓക്കെ, ഗുഡ്. തൊട്ട് മുന്നത്തെ ക്യാമ്പയിൻ എടുത്തേ. ID വെരിഫിക്കേഷൻ വേണം, കണ്ടോ? നിങ്ങളുടെ ID കൊടുത്താലേ അത് കിട്ടൂ. ആ ഓക്കെ, ഇവിടെ അപ്പൊ ഇത് ഒന്നും കൂടെ ഇപ്പൊ ഈ പേജ് ഒന്ന് റിഫ്രഷ് അടിച്ച് ഈ പേജ് കിട്ടില്ല. ഇപ്പൊ നിങ്ങളുടെ ID വെരിഫൈ ചെയ്ത് ലോഗിൻ ചെയ്യാം. വീണ്ടും അതിനെ കാണിക്കുള്ളൂ. അപ്ഡേറ്റ് സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് അപ്പൊ വീണ്ടും വെരിഫിക്കേഷൻ പേജിലേക്ക് പോകും. ഇവിടെ വന്നില്ലല്ലോ. ഓക്കെ, വേറെ ഇമെയിൽ വെച്ച് കയറാൻ പറയുന്നുണ്ട്. വേറെ ഇമെയിലോ? യുവർ ഫോൺ നമ്പർ ഒതന്റിക്കേറ്റ് ആപ്പ് ഹെൽപ്സ് ടു കീപ് യുവർ അക്കൗണ്ട് സെക്യൂർ ബൈ ആഡിങ് അഡീഷണൽ ലെയർ ഓഫ് വെരിഫിക്കേഷൻ. സെറ്റപ്പ് കൊടുത്തേ. ഐ ഡോണ്ട് ഹാവ് ആക്സസ് ടു, നിങ്ങളുടെ ID പ്രൂഫ്, ഐ ഡോണ്ട് ഹാവ് ആക്സസ് ടു ദിസ് ഡിവൈസ് കൊടുത്തേ. കണ്ട, യൂസ് എ മൊബൈൽ ഡിവൈസസ്, ഫോളോ ദ ഡയറക്ഷൻസ് ബിലോ ടു ഗവൺമെന്റ് ID വെരിഫിക്കേഷൻ, ഓപ്പൺ ദ ക്യാമറ ആപ്പ് ഓർ മൊബൈൽ, സ്കാൻ യുവർ കോഡ് ഓൺ ദ ലെഫ്റ്റ്, ഫോളോ ദ സ്റ്റെപ്സ് യുവർ ഡിവൈസ്. അവരെന്തൊരു വെരിഫിക്കേഷൻ കോഡ് ചോദിക്കുക, ID ചോദിക്കുന്നുണ്ടോ? ഇല്ല സർ, മെയില് ഒരു മിനിറ്റ്. ആർക്കെങ്കിലും ലിങ്ക്ഡിനിൽ വെരിഫൈഡ് ആണോ? ആരെങ്കിലും? എല്ലാരും പുതിയ അക്കൗണ്ടാണ്. ആരെങ്കിലും വെരിഫൈഡ് ആണോ? നിങ്ങൾ എല്ലാവരും അതൊന്ന് വെരിഫൈഡ് ചെയ്യാം കേട്ടോ. എന്റെ വെരിഫൈഡ് ആണെന്ന് അറിയില്ല, എന്റെ ചെയ്യാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് ക്യാമ്പയിൻ, നോർമലി ചെയ്യുന്നത് പോലെ തന്നെ ക്രിയേറ്റ് ക്യാമ്പയിൻ. കണ്ടോ, നമ്മൾ ഫേസ്ബുക്കിലുള്ളത് പോലെ തന്നെ നമുക്ക് ഇവിടെ പല ഓപ്ഷൻസ് ഉണ്ട്. അവയർനെസ് ക്യാമ്പയിൻ ഉണ്ട്, വെബ്സൈറ്റ് വിസിറ്റ് ഉണ്ട്, എൻഗേജ്മെന്റ് ഉണ്ട്. കണ്ടോ, സോഷ്യൽ എൻഗേജ്മെന്റ്. ഈ എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ പേജിൽ ഇട്ടിരിക്കുന്ന എന്തെങ്കിലും പോസ്റ്റുകൾ നമ്മൾക്ക് പേജിന്റെ ഫോളോവർ കൂട്ടാം, വീഡിയോ വ്യൂസ്, ലീഡ് ജനറേഷൻ, ഇതാണ് ഏറ്റവും പോപ്പുലർ, വെബ്സൈറ്റ് കൺവേർഷൻ, ജോബ് ആപ്ലിക്കൻ, പലതരത്തിലുള്ള ക്യാമ്പയിൻസ് നമുക്ക് ചെയ്യാം. പലതരത്തിലുള്ള ക്യാമ്പയിൻസ് നമുക്ക് ചെയ്യാം. ക്ലിയർ? ഇപ്പൊ നമുക്ക് ബ്രാൻഡ് റീച്ച് മോർ പീപ്പിൾ വിത്ത് യുവർ പോസ്റ്റ് ആണെങ്കിൽ ക്ലിക്ക് ചെയ്യാം. ബ്രാൻഡ് അവയർനെസ് നമ്മൾ ഫേസ്ബുക്കിലുള്ളത് പോലെ തന്നെ. നെക്സ്റ്റ് അടിക്കുക. ഓക്കെ, ഓട്ടോമേറ്റ് ക്യാമ്പയിൻ, മാനുവലി ബിൽഡ് ഇവിടെ കൊടുക്കുക. അതും ഫേസ്ബുക്കിലുള്ളത് പോലെ തന്നെ. ഗ്രൂപ്പ് ക്യാമ്പയിൻ നെയിം ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക്ഷോപ്പ്, എല്ലാം ആസ് ഇറ്റ് ഈസ്. ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് ഉണ്ട്, അതുപോലെ തന്നെ ബഡ്ജറ്റ് ഒപ്റ്റിമൈസ്. നമുക്ക് റൺ കണ്ടിന്യൂസ്ലി കൊടുക്കാം, അല്ലെങ്കിൽ സെറ്റ് സ്റ്റാർട്ട് ഡേറ്റ് ആൻഡ് എൻഡ് ഡേറ്റ് കൊടുക്കാം. ക്ലിയർ? നെക്സ്റ്റ് അടിക്കുക. എന്താണ്? നെക്സ്റ്റ് അടിക്കുക. ഇനി നമുക്കിവിടെ ലൊക്കേഷൻ കൊടുക്കാം. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആസ് ഇറ്റ് ഈസ് അതുപോലെ തന്നെ. ക്യാമ്പയിൻ നെയിം ബ്രാൻഡ് അവയർനെസ് ക്യാമ്പയിൻ നെയിമാണ്. അതുപോലെ നമുക്ക് ഇവിടെ ലൊക്കേഷൻ കൊടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഇന്ത്യയാണ് കൊടുത്തിരിക്കുന്നത്, നമുക്കിത് മാറ്റാൻ വേണമെങ്കിൽ കേരള കൊടുക്കാൻ പോലും, കൊച്ചി കൊടുക്കാൻ വേണമെങ്കിൽ കൊച്ചി കാണിക്കും. കണ്ടോ, കൊച്ചി കേരള നമുക്ക് വേണമെങ്കിൽ അവിടെ മാത്രം കാണിക്കാം. ക്ലിയർ? അതിനുശേഷം ഇവിടെ ക്ലോസ് കൊടുക്കുക. കണ്ടപ്പോൾ കൊച്ചി കേരള വന്നു. എക്സ്ക്ലൂഡ് കൊടുക്കാൻ വേണമെങ്കിൽ കേട്ടോ, അപ്പൊ നമുക്ക് കേരള കൊടുത്തിട്ട് വേണമെങ്കിൽ കൊച്ചി എക്സ്ക്ലൂഡ് ചെയ്യാം കേട്ടോ. ഇനി ഹൂ ഇസ് യുവർ ടാർഗറ്റ് ഓഡിയൻസ്, നമുക്ക് ഒന്നും കൂടി വേണമെങ്കിൽ നാരോ ചെയ്യാം നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ്. കണ്ടോ, നാരോ ഉദ്ദേശിക്കുന്ന ഓഡിയൻസ് ഏജ് കൊടുക്കാം, കമ്പനി കൊടുക്കാം, എഡ്യൂക്കേഷൻ, ജോബ് എക്സ്പീരിയൻസ്,
ഇപ്പൊ നമുക്ക് ഇന്ന കമ്പനിയിലുള്ളവർ മാത്രം വേണമെങ്കിൽ ടാർഗറ്റ് ചെയ്യാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി കണക്ഷൻസ് റിസർച്ച് ചെയ്യാൻ പറ്റാം. കമ്പനി കണക്ഷൻസ്, കമ്പനി കാറ്റഗറി, കമ്പനി ഇൻഡസ്ട്രി, കമ്പനി നെയിം കൊടുക്കുക. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇൻഫോസിസ് ഉണ്ടോ, ഇൻഫോസിസിൽ വർക്ക് ചെയ്തവർ മാത്രം വേണമെങ്കിൽ ടാർഗറ്റ് ചെയ്യാം. ഭയങ്കര സിസ്റ്റം ഉണ്ടത്. ഇപ്പൊ 10,000 പേര് ഇൻഫോസിസിൽ വർക്ക് ചെയ്യുന്നതിന് അവരെ മാത്രം നമുക്ക് ടാർഗറ്റ് ചെയ്ത് ചെയ്യാം. അതാണ് ഒരു പർട്ടിക്കുലർ, അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. കമ്പനിയിൽ വർക്ക് ചെയ്യണത് കാണാം. അപ്പൊ ഇങ്ങനത്തെ IT കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഒരു ലിങ്ക്ഡിനിൽ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടാവാം. ഞാൻ ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു, ഇന്ന സ്ഥലത്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അവർ കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക്ഡിനിൽ. അങ്ങനെ എത്രയോ നമ്മൾ പെർഫെക്റ്റ്ലി ആഡ് ചെയ്യുന്ന അത്രയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരെ ടാർഗറ്റ് ചെയ്യാം. ക്ലിയർ? ഇപ്പൊ നമുക്ക് ഇൻഫോസിസ് ഉള്ളവരെ ടാർഗറ്റ് ചെയ്യാം. അത് കഴിഞ്ഞും അത് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇൻഫോസിസ് ആയി കണ്ടോ. നിങ്ങൾക്ക് ആരെങ്കിലും എക്സ്ക്ലൂഡ് ചെയ്യാം, ഇതുപോലെ തന്നെ എക്സ്ക്ലൂഡ് ചെയ്യാം. വീണ്ടും നിങ്ങൾക്ക് എന്തെങ്കിലും നാരോ ചെയ്യണമെങ്കിൽ പലതരത്തിൽ നമുക്ക് നാരോ ചെയ്യാം. ഒന്ന് ആട്രിബ്യൂട്ട് കണ്ട, ലുക്ക് ലൈക്ക്, റീടാർഗറ്റിംഗ്, ഓഡിയൻസ് ആട്രിബ്യൂട്ട്, ഇവിടെ കമ്പനി, ഡെമോഗ്രാഫിക്സ് കൊടുക്കാം കണ്ടോ, മെമ്പർ ഏജ്, ജെൻഡർ ഏജ് കൊടുക്കാം, എഡ്യൂക്കേഷൻ കൊടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡ് ഓഫ് സ്റ്റഡി ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ MBA-ക്കാരെ വേണമെങ്കിൽ ടാർഗറ്റ് ചെയ്യാം. മാസ്റ്റർ ഓഫ് കണ്ടോ, എക്സിക്യൂട്ടീവ് MBA-ക്കാരെ മാത്രം വേണമെങ്കിൽ ടാർഗറ്റ് ചെയ്യാം. യുവർ ഓഡിയൻസ് ഈസ് ടു സ്മോൾ എന്ന് പറയുന്നത് വളരെ കുറവാണ് അത്തരത്തിലുള്ള. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൾ കേരള കൊടുക്കാം. ഓൾ കേരള കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഓഡിയൻസ് ഉണ്ടാവാം. അപ്പൊ നിങ്ങൾക്ക് ഇത് മാറ്റാം, ഓൾ കേരള കൊടുക്കാം. അതാണ് കൃത്യം ആൾക്കാർ പഠിക്കണം. ഇത് കമ്പാരിറ്റീവ്ലി ഇത്തിരി എക്സ്പെൻസീവ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ MBA-ക്കാരൻ മാത്രം പറഞ്ഞുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ക്ലോസ് ചെയ്യാം. ഓക്കെ, കമ്പാരിറ്റീവ്ലി MBA-ക്കാരൻ പറഞ്ഞതുകൊണ്ടാണ് നമുക്കിത്. നിങ്ങൾക്ക് ഇനി വേണേൽ അതിൻ്റെ കൂടെ വേറെ ഒരാളെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഇൻഫോസിസ് എടുത്ത് മാറ്റിയാൽ മതി. അത് നമ്മൾ അവിടെ ഇൻഫോസിസ് കൊടുത്തുകൊണ്ടാണ് നമുക്ക് അത്ര വേണം. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി മാറ്റം വരും കണ്ടോ. ഏകദേശം 1,30,000 പേര് കേരളത്തിലെ MBA-യുടെ ലിസ്റ്റിലുണ്ട്. നമ്മൾ ഫേസ്ബുക്കിലുള്ള കാരണം നമ്മൾ ടാർഗറ്റ് ഓഡിയൻസ് സൈസ് നമ്മൾ ഫേസ്ബുക്കിൽ പഠിച്ചല്ലോ, ടാർഗറ്റ് ഓഡിയൻസ് സൈസ്, ഫോർകാസ്റ്റ് റിസൾട്ട്. ഓക്കെ, അതേപോലെ തന്നെ ബിസിനസ് ഡെവലപ്മെന്റ് 8%, സെയിൽസ്, ഹ്യൂമൻ റിസോഴ്സ്, ഓപ്പറേഷൻ, എഡ്യൂക്കേഷൻ ഒക്കെ അതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള അത് പറഞ്ഞിട്ടുണ്ട് അവർ. എന്താ പറഞ്ഞിരിക്കുന്നത്, 30 days സ്പെൻഡിന്റെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഈ സാധനം. എന്ത് റിസൾട്ട് കിട്ടും എന്നുള്ളതിനെ കുറിച്ച് അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ലൊക്കേഷൻ ടാർഗറ്റ് ചെയ്തു, അതുപോലെ തന്നെ നമ്മൾ കുറച്ചും കൂടി അവരെ ഒന്നും കൂടി ടാർഗറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പല സിംഗിൾ ഇമേജ് ഉണ്ട്, കറൗസൽ ഇമേജ് ഉണ്ട്, വീഡിയോ ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, ഷോക്കേസ് യുവർ പ്രൊഡക്റ്റ്, ഇൻക്രീസ് ട്രാഫിക് ഉണ്ട്, അതാണ് സ്പോട്ട്ലൈറ്റ്, ഫോളോവർ കൂട്ടാം, പ്രൊമോട്ടഡ് ലിങ്ക്ഡിൻ പേജ് ടു അക്വയർ ഫോളോവർ ചെയ്യാം. നമുക്ക് യൂസ് എ ഡോക്യുമെന്റ്, അത് വേണം ഉപയോഗിക്കാം ആഡിൽ, കോൺവെർസേഷൻസ് ആക്ട് ചെയ്യാം, ഇവന്റുകൾ ഉപയോഗിക്കാം, ആർട്ടിക്കിൾ, ന്യൂസ് ലെറ്റർ, എന്ത് വേണമെങ്കിലും ഫോർമാറ്റ് ഉപയോഗിക്കാം. ഇപ്പൊ നമ്മൾ സിംഗിൾ ഇമേജ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ ലിങ്ക്ഡിന്റെ ഓഡിയൻസ് നെറ്റ്വർക്കിലും കാണിക്കുക, എല്ലായിടത്തും കാണിക്കുക എന്നുള്ളതാണ്. അടുത്താണ് ഇവിടെ ബഡ്ജറ്റ് ഇടാൻ നമുക്ക് കണ്ടു. ഇപ്പൊ നമ്മൾ ഡെയിലി ബഡ്ജറ്റ് 150 ഇട്ടിട്ടാണ് അത് കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഒരു ബഡ്ജറ്റ് ഇടാം, എല്ലാം ആസ് ഇറ്റ് ഈസ്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നെക്സ്റ്റ് അടിക്കുക. അടുത്തത് നമ്മുടെ ഇമേജ് ആഡ് ഇടുക കണ്ടോ, ക്രിയേറ്റ് എ ന്യൂ ആഡ്. ഓക്കെ, നെയിം ഓഫ് ദിസ് ആഡ് ഇൻട്രൊഡക്ടറി ടെക്സ്റ്റ്. മറ്റേതാണെങ്കിൽ എന്താ, പ്രൈമറി ടെക്സ്റ്റ് എന്നാ. ഇവിടെ അത് ഇൻട്രൊഡക്ടറി ടെക്സ്റ്റ് ആണ്. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക്ഷോപ്പ്. നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ആഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങനെ പോകണം എന്നുള്ള ഇത്, എന്നിട്ട് അതിനെ പറയുന്നത് ടാർഗറ്റ് ലൊക്കേഷൻ. റൈറ്റ് സൈഡിൽ കണ്ടോ, ഇവിടെ നമ്മൾ മറ്റേതിൽ നമ്മൾ സ്പോൺസേഡ് ആണെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് പ്രൊമോട്ടഡ് എന്നാണ്. അതാണ് അതിന്റെ വ്യത്യാസം. എനിക്ക് 2,675 ഫോളോവർ ഉള്ളത് ഇൻസ്റ്റയിൽ അല്ല ലിങ്ക്ഡിൽ, എൻ്റെ കമ്പനിക്ക്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഹെഡ്ലൈൻ ഉണ്ട്, ആൻഡ് അപ്ലോഡ് ഇമേജ് കൊടുക്കാം, എവറിത്തിങ് സെയിം. ഞാൻ ഈ ഇമേജ് എന്തോ ചെയ്തിട്ടുണ്ട്. ഇമേജ് ചെയ്തിട്ട് എന്താ, ഈ ഇമേജ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അല്ലേ, വേണ്ട, ഇങ്ങനത്തെ ഒരു ഇമേജ് ആഡ് ഞാൻ ചെയ്തതായിരുന്നു പണ്ട്.
ക്ലിയർ? അതുപോലെ ഓൾട്ട് ഇമേജ് ഹെഡ്ലൈൻ കൊടുക്കാം, കണ്ടോ? ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം, സ്റ്റഡി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻ UK കൊടുക്കാം. അതാണ് ഇവിടെ വരുന്നത്. ഇവിടെയാണ് പ്രൈമറി ടെക്സ്റ്റ് വരുന്നത്. ഓക്കെ, പ്രൈമറി ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ അതിൻ്റെ വേറൊരു പേരാണ്. ഇവിടെ ഇൻട്രൊഡക്ടറി ടെക്സ്റ്റ് എന്നാണ്. മറ്റേത് അവിടെ സ്പോൺസേഡ് ആണെങ്കിൽ ഇവിടെ എന്താണ്, പ്രൊമോട്ടഡ് എന്നാണ്. ബാക്കി കോൺസെപ്റ്റ് ഒക്കെ സെയിം ആണ്. ദാറ്റ്സ് ഇറ്റ്. ഇവിടെ നമുക്ക് കുറച്ചും കൂടി പ്രൊഫഷണൽസിനെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. സ്റ്റഡി MBA or MSc ഡിജിറ്റൽ മറ്റേ നിങ്ങൾ കണ്ടില്ല, അപ്ലൈ നൗ, അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് അപ്ലൈ, സെയിം പേര്, എവറിത്തിങ് സെയിം, സെയിം കോൺസെപ്റ്റ്. സേവ് ആഡ് കൊടുക്കാം, അത്രയുള്ളൂ പരിപാടി. നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യാം, എല്ലാം ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്യാമ്പയിൻ കാണാം. ആർക്കൊക്കെ മനസ്സിലായി? സിമ്പിൾ. ഞാൻ എൻ്റെ അടുത്ത് ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഇതുമായിട്ട് ബന്ധമുള്ളതല്ല, കുറച്ച് ബന്ധമുണ്ട്. ഞാൻ പറയണത് പോസിറ്റീവിൽ എടുക്കണം. ആദ്യം എൻ്റെ കോഴ്സ് ഞാൻ വെറും 2 മാസം പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എല്ലാവരും ചോദിക്കും 2 മാസം കൊണ്ട് ഇത് പഠിപ്പിക്കാൻ പോകുന്നത്. എനിക്കിന്നൊരു ടെക്നിക്ക് അറിയാം, ഞാൻ കുറെ പഠിപ്പിച്ച എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ടെക്നിക്ക് അറിയാം. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഒരു ഗൂഗിൾ ആഡ് ഉണ്ടാവും, ചില ഒരു 15 ക്ലാസ് തന്നെ കിട്ടില്ല. പക്ഷെ എനിക്ക് 2-3 ക്ലാസ് കൊണ്ട് എനിക്ക് ഗൂഗിൾ ആഡ് നിങ്ങളെ എക്സ്പെർട്ട് ആക്കാൻ പറ്റും. അതിന് ടെക്നിക്കാണ്, അതൊരു സ്കില്ലാണ് ഓരോരുത്തർ. അപ്പോ ഞാൻ എല്ലാവരോടും പറയും 2 മാസം മതി, നിങ്ങൾക്ക് ഇതൊരു സ്കില്ല. ഇപ്പൊ ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാണും ലിങ്ക്ഡിൻ ആഡ്, ഫേസ്ബുക്ക് ആഡ്, ഇൻസ്റ്റാഗ്രാം ആഡ്, പിന്നെന്താ സ്നാപ്ചാറ്റ് ആഡ്, ഇങ്ങനെ എല്ലാ പേരും കാണിക്കും. ഇതൊന്നും ആവശ്യമില്ല, ഒരെണ്ണം പഠിച്ചാൽ മതി. ഒരെണ്ണത്തിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആയാൽ മതി. ഞാനിത് മുന്നോട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു 2 വീലർ ഓടിക്കാൻ പഠിച്ചാൽ നമ്മൾ ബാക്കിയുള്ള 2 വീലർ നമുക്ക് പെട്ടെന്ന് ഓടിക്കാം. നമ്മളൊന്ന് കയറിയിരുന്നൊന്ന് ദൈവം നമ്മുടെ കയ്യിലേക്ക് വരും. 2 വീലറിലെ ഏറ്റവും ടഫായിട്ടുള്ള സാധനമാണ് എൻഫീൽഡ്, വലിയ വണ്ടിയാണ്. അത് ഓടിക്കാൻ പഠിച്ച ബാക്കിയൊക്കെ നമ്മൾ പുഷ്പം പോലെ ഓടിക്കും. അപ്പൊ ഈ ആഡ്സിലെ ഒരു എൻഫീൽഡ് ആണ് ഗൂഗിൾ ആഡ്സ്. ക്ലിയർ? ഗൂഗിൾ ആഡ് പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാ ആഡ് കോൺസെപ്റ്റും കിട്ടും. കാരണം ഇവരെല്ലാവരും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അതിൽ നിന്നാണ്. എല്ലാവരും അതിൽ നിന്നാണ് ഐഡിയാസ് എടുത്തത്. ക്ലിയർ? അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് കിട്ടി. ഇപ്പൊ നിങ്ങളുടെ ബ്രില്യൻസ്, അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനോട് എല്ലാവരോടും പറയുന്നത്. എന്താണെന്ന് വെച്ചാല്, നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ കുറിച്ച് പഠിക്കുക. പഠിച്ചിട്ട് അവർ ഇന്റർനെറ്റിൽ എവിടെ പോകണമെന്ന് മനസ്സിലാക്കാം. ചിലപ്പോൾ അവർ പോകുന്നത് ലിങ്ക്ഡിനൊന്നുമല്ല, വേറെ സൈറ്റുകൾ ഉണ്ടാവും. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയാം, മനോരമ സൈറ്റ് ഉണ്ടാവും എന്ന് വിചാരിക്കുക. നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് മനോരമയിലാണ്. മനോരമയിൽ ആഡ് ചെയ്യാം. മനോരമയിൽ നമുക്ക് ആഡ് ചെയ്യാം വണ്ടർഫുൾ ആയിട്ട്. മനോരമയിൽ നല്ല നല്ല ബാനറുകൾ ഇടാം. ഇത് തന്നെ കോൺസെപ്റ്റ്. ഇംപ്രഷൻ ക്ലിക്ക്, മനോരമയിൽ ആഡ് ടു, അവിടെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരും. ഇവിടെയാണ് നിങ്ങളുടെ ബ്രില്യൻസ് വേണ്ടത്. മൊത്തത്തിൽ ഇന്റർനെറ്റ് ഇവിടെയുള്ള ഇൻഡസ്ട്രിയിലുള്ള വിചാരം കുറച്ച് റീലുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അബ്സല്യൂട്ട്ലി നോട്ട്. ഞാൻ എല്ലാവരുടെ അടുത്തും പറയണതാണ്. ഇപ്പൊ ഞാനൊരു 5 മിനിറ്റ് ലേറ്റ് ആയില്ല, 3 മിനിറ്റ് ഞാൻ ലേറ്റ് ആയത് ഒരു എഡ്യൂക്കേഷൻ ഒരു പുള്ളിയാണ്. പുള്ളി എഡ്യൂക്കേഷന്റെ എക്സ്പെർട്ടാണ്. സ്റ്റഡി അബ്രോഡ് നടത്തുന്നത്, വലിയ സ്റ്റഡി അബ്രോഡ് നടത്തുന്ന ആളാണ്. എന്റെ കൺസൾട്ടന്റ് ആണ്. അല്ല, പുള്ളി എൻ്റെ അടുത്ത് കൺസൾട്ടിങ് വരുന്നത് എഡ്യൂക്കേഷൻ സെക്ടറിൽ. പുള്ളിയുടെ ഒരു സ്റ്റാഫിനെ ഇപ്പൊ എൻ്റെ അടുത്തേക്ക് ഇൻഡിവിജ്വൽ ട്രെയിനിങ് വിട്ടാണ്. ഇൻഡിവിജ്വൽ ട്രെയിനിങ് very എക്സ്പെൻസീവ് ആണ്. കാരണം എൻ്റെ അടുത്തേക്ക് വിട്ടേക്കാണ്. പുള്ളി എൻ്റെ അടുത്ത് കൺസൾട്ടിങ്ങിന് വരും ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ പുള്ളി ഇന്നൊരു കാര്യം പറഞ്ഞേക്കാണ്, ഞാനത് നേരത്തെ റിയലൈസ് ചെയ്തിട്ട് നമ്മൾ എഡ്യൂക്കേഷൻ വർക്ക്ഷോപ്പിൽ ഇട്ടിരിക്കുന്നതാണ്. പുള്ളി ഇന്ന് എന്നോട് പറയാണ്, പുള്ളി പറഞ്ഞത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് എൻ്റെ എഡ്യൂക്കേഷന്റെ വീഡിയോ എനിക്കൊന്ന് സുൽഫി കണ്ടണമെന്ന് അറിയില്ല. എഡ്യൂക്കേഷനെ വീഡിയോ അയച്ചത് അതിൽ ഞാൻ എൻ്റെ ഇത്ര നാളത്തെ കരിയറിൽ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ സത്യം. അതുകൊണ്ട് ഞാൻ സുൽഫി എന്ന് എപ്പോഴും പറയുന്നത്. കാരണം സുൽഫിയുടെ ട്രാക്ക് കുറച്ചും കൂടി കറക്റ്റാണ്. കറക്റ്റ് അല്ല, നിങ്ങളത് അതിൽ വിശ്വസിച്ചാലാണ് നിങ്ങൾക്ക് അത് വലിയ സംഭവമാണ്. ഞാൻ പറയാൻ പോകുന്നത്, ഇത്ര നാളത്തെ എൻ്റെ കരിയറിൽ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ കാര്യം,
നിങ്ങൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചാൽ മതി നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വിജയിക്കാം. ഒന്ന്, ഹൈ ക്വാളിറ്റി ഡേറ്റ എടുക്കാൻ പഠിക്കുക. എല്ലാവർക്കും വേണ്ടത് ക്വാളിറ്റി എൻക്വയറിയാണ്. ഞാൻ എന്താണ് ക്വാളിറ്റി എൻക്വയറി എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരേക്കാൾ നന്നായിട്ട് സുൽഫിക്കാരും, കാരണം സുൽഫി ഒരു അക്കാഡമിക് കൗൺസിലറാണ്. നിങ്ങൾക്കും അറിയാം, ഒരു കോമൺ സെൻസ് വെച്ച് അറിയാം, പക്ഷെ ആൾക്ക് കുറച്ചും കൂടി അത് പേഴ്സണലി ഫീൽ ഉണ്ട്. എന്താണ് ക്വാളിറ്റി ലീഡ് എന്ന് ഉദ്ദേശിക്കുന്നത്, അതെടുക്കാൻ പഠിക്കുക. രണ്ടാമത്തത്, നമുക്ക് വരുന്ന എൻക്വയറി നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്യാൻ പഠിക്കണം. ഈ രണ്ട് കാര്യമുണ്ടോ നിങ്ങൾക്ക് എന്തും സെല്ല് ചെയ്യാം. വേറെ നിങ്ങൾക്ക് ഒരു സാധനവും വേണ്ട. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞത്, ചില സ്ഥാപനം ഉണ്ടാവും നല്ല ഡേറ്റ ഉണ്ടാവും, അക്കാഡമിക് കൗൺസിലറുടെ മോശമായിരിക്കും, അവർക്ക് അഡ്മിഷൻ കിട്ടില്ല. ചിലയിടത്തുണ്ടാവും നല്ല കൗൺസിലർ ഉണ്ടാവും, പക്ഷെ നല്ല ഡേറ്റ ഉണ്ടാവില്ല. ക്ലിയറാ? ഈ രണ്ട് കാര്യം, വേറെ ഒരു ബ്രാൻഡിങ് വേണ്ട, റീല് വേണ്ട, ഒരു കുന്തവും വേണ്ട സത്യം പറഞ്ഞാൽ. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ക്വാളിറ്റി ഡേറ്റ എടുക്കുക. അതുകൊണ്ടാണ് ഞാൻ സെയിൽസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കണം. സെയിൽസ് പ്ലേസ് ഇന്റഗ്രൽ റോളാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ. സെയിൽസ് പ്ലേസ് വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. ഞാൻ അതുകൊണ്ടാണ് എപ്പോഴും സുൽഫി നല്ലൊരു കറക്റ്റ് ആണ് എന്ന് ഞാൻ പറയുന്നതിന്റെ കാര്യം, അക്കാഡമിക് കൗൺസിലിംഗ് നിങ്ങൾ ഒരിക്കലും വിടരുതെന്ന് പറയുന്നതിന്റെ കാര്യം, നിങ്ങൾ ഡേറ്റ എടുക്കാൻ പഠിക്കുന്നു, അത് നിങ്ങൾ കൺവേർട്ട് ചെയ്യാൻ പഠിച്ചാൽ നിങ്ങൾ ആ സ്ഥാപനത്തിലെ നമ്പർ 1 ആണ്, ഏറ്റവും വാല്യുബിൾ എംപ്ലോയി ആയി മാറാണ്. ഏറ്റവും വാല്യുബിൾ എംപ്ലോയി, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അതാണ് ഞാൻ പഠിച്ചപ്പോൾ അത് കുറച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയാം, ക്ലാസ് കഴിഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്യാൻ. ഒരു ബ്രാൻഡിങ് ഒന്നുമില്ല, ക്വാളിറ്റി ഡേറ്റ എടുക്കാൻ പഠിക്കുക. കാരണം നമ്മൾ നല്ല രീതിയിൽ ആഡ് ഉണ്ടാക്കി സൈറ്റിലേക്ക് അവർ എൻക്വയറി എടുത്തിട്ട് പോകും. പിന്നെ നമ്മുടെ ബ്രില്യൻസ് ആണ് എങ്ങനെ സംസാരിക്കണം, എന്ത് സംസാരിക്കണം എന്നുള്ളത്. നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രൊഡക്റ്റ് നോളജ് വെച്ച് നിങ്ങൾ കൗൺസിലിംഗ് ചെയ്താൽ, പിന്നെ ഞാൻ പറയാം, എഡ്യൂക്കേഷൻ എടുത്ത് പറയുന്ന കാര്യമാണത്. ഞാൻ പറയുന്ന കാര്യം, ഞാൻ എഡ്യൂക്കേഷൻ സ്ഥാപനത്തിന് കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കോഴ്സ് നല്ലതാണ്. കാരണം ചീത്ത കോഴ്സ് ആൾക്കാർ പറഞ്ഞ് പറ്റിച്ചിട്ടുള്ള പരിപാടി പാടില്ല. നിങ്ങളുടെ കോഴ്സ് നല്ലതാണ്, നിങ്ങൾക്ക് ഒരു അത്യാവശ്യം ഒരു ആവറേജ് ക്യാമ്പസ് ഉണ്ട്, ഞാൻ നിങ്ങളുടെ സ്ഥാപനത്തിൽ നമ്പർ 1 ആക്കാൻ പറയും. നിങ്ങളുടെ പ്രൊഡക്റ്റ് കോഴ്സ് നല്ലതായിരിക്കണം, അതിൽ അപ്രൂവൽ ഉണ്ടെങ്കിൽ അപ്രൂവൽ ഉണ്ടായിരിക്കണം. ചിലർ അപ്രൂവൽ ഉണ്ട്, ഫേക്ക് ഒന്നും പണ്ട് പാടില്ല. നിങ്ങൾ എന്താണോ ഓഫർ ചെയ്യുന്നത് കൃത്യമായിട്ട് കൊടുക്കണം, കൃത്യമായിട്ട് ചെയ്യണം. ക്ലിയർ? ഇത് നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുക. ഇതാണ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഏത് സെക്ടർ ആയാലും ഡേറ്റ എടുക്കാൻ പഠിക്കണം. ആ ഡേറ്റയെ നിങ്ങൾ തന്നെ കൗൺസിലിംഗ് ചെയ്യാൻ പഠിക്കണം. കൗൺസിലിംഗ് എന്ന് പറയുന്നത് നോട്ട് എ ബാഡ് തിങ്. ഇത് വലിയ സാധനം. ഒരാളെ കൺവിൻസ് ചെയ്യുക, പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയുക, അവർ പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞതുപോലെ ഡേറ്റ എടുക്കാൻ പഠിക്കുക. അപ്പോഴാണ് നിങ്ങൾ ഇതിൽ വിജയിക്കും. ഇതാണ് ഞാൻ പറഞ്ഞോണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഫേസ്ബുക്ക് ആഡ്, ഇൻസ്റ്റാഗ്രാം ആഡ്, ഇത് തന്നെയാണ് ലിങ്ക്ഡിൻ ആഡ്. ഇപ്പൊ നിങ്ങൾക്ക് ലിങ്ക്ഡിൻ ആഡ് 5 മിനിറ്റ് മതി. ഞാൻ പറഞ്ഞു തന്നെ നിങ്ങളോട്, 5 മിനിറ്റ് മതി ലിങ്ക്ഡിൻ ആഡ് ചെയ്യാൻ. ഇതിൽ ലീഡ് ജനറേഷൻ ഉണ്ട്. നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ ലീഡ് ജനറേഷൻ അറിയപ്പെടെ ഏതൊക്കെ ഫീൽഡാണ്. ചിലപ്പോൾ അതിലുള്ള ചില ഇന്റർഫേസിന് കുറച്ച് വ്യത്യാസമുള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെ ഫോളോവർ ഉണ്ട്, നമുക്ക് പേജിന് ഫോളോവർ കൂട്ടാം, അവിടെയും കൂട്ടാം. ഇവിടെ പേജ് ഉണ്ട്, ഇവിടെ നിങ്ങൾക്ക് ജോബിന്റെ അനുസരിച്ച് കണ്ടു, ഏജ് കണ്ടു, എല്ലാം നിങ്ങൾക്ക് ഇവിടെ ടാർഗറ്റ് ചെയ്യാം. അങ്ങോട്ട് ഇങ്ങോട്ട് ചെറിയ വേരിയേഷൻ, അത് മനസ്സിലാക്കാനുള്ള കുഞ്ഞൊരു കോമൺ സെൻസ് വേണം നിങ്ങൾക്ക്, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞുമ്പോൾ ചെറിയ ബഡ്ജറ്റ് ഇടാം. അതിനെക്കുറിച്ചൊന്ന് ഏത് പുതിയ ക്യാമ്പയിനും, എനിക്കൊരു പുതിയ ക്ലയന്റ് എന്ന് പറയുന്നത്, ഞാനൊരു പുതിയ പ്രൊജക്ട് എങ്ങനെ കിട്ടും, നിങ്ങൾ എങ്ങനെയാണ് ഒരു പുതിയ പ്രൊജക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ഞാനൊരു പുതിയ പ്രൊജക്ട് ചെയ്യാം. ഞാൻ എങ്ങനെ ചെയ്യാം, ചെറിയ ബഡ്ജറ്റ് ഇട്ട് ട്രൈ ചെയ്യും, എവിടെ നിന്നൊക്കെ റിസൾട്ട് വരണേ. അങ്ങനെയാണ് ഞാൻ കയറ്റി കൊണ്ടുപോകണേ. അല്ലാണ്ട് വേറെ മാജിക് ഒന്നും തുടക്കം തന്നെ ഞാനൊന്ന് 5 ലക്ഷം രൂപ ഇട്ട് മുടക്കാന്നുള്ളതല്ല നമ്മുടെ സ്ട്രാറ്റജി. ഞാൻ അതിനെ സ്റ്റഡി ചെയ്യണം. എനിക്ക് എവിടെ നിന്നൊക്കെയാണ് റിസൾട്ട് വരുന്നത് നോക്കി എനിക്ക് കോൺഫിഡൻറ്റ് ഒരാൾ, നൗ എവറിത്തിങ് ഈസ് ഫൈൻ, മൈ ക്രിയേറ്റീവ് ഈസ് ഗുഡ്, മൈ കോണ്ടന്റ് ഈസ് ഗുഡ്, മൈ ടാർഗറ്റ് ഓഡിയൻസ് ഈസ് ഗുഡ് എന്ന് ഞാൻ മേക്ക് ഷുവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഞാൻ ബഡ്ജറ്റ് കൂട്ടാം. തുടക്കം നിങ്ങൾ ഒരു 10-15 ദിവസം ടെസ്റ്റ് നടത്തണം. എവിടെ നിന്ന് വരുന്ന ഡേറ്റയ്ക്ക് ക്വാളിറ്റി ഉണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ, ക്ലിക്ക് ഉണ്ടോ, ആഡ് കോണ്ടന്റ് നല്ലതാണോ, ഇമേജ് നല്ലതാണോ, വീഡിയോ ആണോ നല്ലതാണോ, എന്താണെന്ന് നിങ്ങൾ ടെസ്റ്റ് നടത്തണം. ഞാനും ടെസ്റ്റ് നടത്താണ് എന്ത് പ്രൊജക്ട് അതിന് കിട്ടിയാലും. അങ്ങനെയാണ് ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. നമുക്ക് ടെസ്റ്റ് ചെയ്യാം. വേറെ ട്രഡീഷണൽ മോഡൽ അത് പറ്റില്ല. ട്രഡീഷണൽ മോഡൽ നമ്മളൊരു 5 ലക്ഷം രൂപയ്ക്ക് പത്രത്തിൽ പരസ്യം ഇട്ടിട്ട് റിസൾട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല, നമ്മുടെ പൈസ കൊണ്ട് പോയി. ഇവിടെ നമുക്ക് ടെസ്റ്റ് നടത്താം. അതാണ് ഇതിന്റെ ബ്യൂട്ടി. നിങ്ങൾ ചെറിയ ബഡ്ജറ്റ് എടുത്ത് ചെറിയ രീതിയിൽ ടെസ്റ്റ് നടത്തണം.
ഇപ്പൊ ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും മനസ്സിലായോ? മനസ്സിലായി സർ. ഞാൻ പറഞ്ഞത് വെറുത്താണോ? Yes, sir. അതെ അതെ. ഓക്കെ. ഇനി ഇപ്പൊ അടുത്ത ക്യാമ്പയിൻ ലീഡ് ജനറേഷൻ ക്യാമ്പയിനാണ്. സെയിം തന്നെ. ഇവിടെയുണ്ട് അസറ്റുകൾ. ലീഡ് ജനറേഷൻ പേജ്, ലാൻഡിംഗ് പേജ്, ഇവിടെ ഉണ്ട് അസറ്റ് ഹിസ്റ്ററി, കോൺവെർസേഷൻ. നിങ്ങൾക്ക് ഇതിൽ ഇത് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ലീഡ് ജനറേഷൻ. എന്താണ് ക്യാമ്പയിൻ്റെ ഒബ്ജക്റ്റീവ്? എന്താണ് വീഡിയോ വ്യൂസ് ആണ്? എന്താണ് ഒബ്ജക്റ്റീവ്? നെക്സ്റ്റ് അടിക്കുക. ക്ലാസിക് മാനുവലി ബിൽഡ് ചെയ്യുക ഫ്രം സ്ക്രാച്ച്. എപ്പോഴും മാനുവലി ചെയ്യാൻ നോക്കാം കേട്ടോ. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ കൺട്രോൾ ഉണ്ടാവും. ലീഡ് ജനറേഷൻ കണ്ട ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് നമ്മൾ ഫേസ്ബുക്കിൽ ഒബ്ജക്റ്റീവ് പഠിച്ചു, അത് തന്നെയാണ് ഇവിടെ നമുക്ക് ചേഞ്ച് നമ്മൾ കൂടെ ഉപയോഗിച്ചിരിക്കുന്നത് ലീഡ് ജനറേഷൻ ആണ്. ഗ്രൂപ്പ് ബഡ്ജറ്റ് ആൻഡ് സ്കെഡ്യൂൾഡ് റൺ കണ്ടിന്യൂസ് ചെയ്യാം. നെക്സ്റ്റ് അടിക്കുക. ഓക്കെ. അടുത്ത് ഗ്രൂപ്പ് ബഡ്ജറ്റ്. നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൊക്കേഷൻ ഇവിടെ കൊടുക്കാം. ഇവിടെ ലൊക്കേഷൻ കൊടുക്കാം. സേവ്. അതിനുശേഷം ഇവിടെ ഓഡിയൻസ് ആട്രിബ്യൂട്ട് ഉണ്ട്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പനി വെച്ച് ചെയ്യാം. ഡെമോഗ്രാഫിക്സ്, എഡ്യൂക്കേഷൻ, ജോബ് എക്സ്പീരിയൻസ്, ഇൻട്രസ്റ്റ് ആൻഡ് ട്രേഡ്സ്, നല്ല രസമുള്ളതാണ്. മെമ്പർ ഗ്രൂപ്പ്, മെമ്പർ ഇൻട്രസ്റ്റ്, ജനറൽ ഇൻട്രസ്റ്റ്, പ്രൊഡക്റ്റ് ഇൻട്രസ്റ്റ്. കണ്ടോ എന്തിനെ കുറിച്ചിട്ടുള്ളതാണ് നമുക്ക് സെലക്ട് ചെയ്ത് നമ്മൾ ഫേസ്ബുക്കിൽ കണ്ടതാണ്. ഡീറ്റെയിൽ ടാർഗറ്റിംഗ് സെയിം, എവറിത്തിങ് ഈസ് സെയിം. ഓക്കെ. സിംഗിൾ ഇമേജ് ആണോ, കരൗസൽ ആണോ, വീണ്ടും അതന്നെ വന്നു. ബഡ്ജറ്റ് ഇടണോ, ഡെയിലി ബഡ്ജറ്റ് ഇടണോ. നെക്സ്റ്റ് അടിക്കുക. അടുത്തതിലാണ് നമ്മൾ ഫോം ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ആഡ്. കണ്ടു ഇവിടെ ലീഡ് ഫോം ഉണ്ട്. ക്രിയേറ്റ് ന്യൂ ഫോം ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ ഫേസ്ബുക്കിൽ ചെയ്ത പോലെ തന്നെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ആഡ് ഉണ്ട്. ആഡിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇമേജ് കാര്യങ്ങളൊക്കെ ഇടണ. കണ്ടോ ഹെഡ്ലൈൻ, കോൾ ടു ആക്ഷൻ ഒക്കെ ആഡിൽ ഇടുന്നു. ആഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോം ആണ്. ഫോം ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ന്യൂ ഫോം. ഫോം നെയിം അതിലുള്ളത് പോലെ തന്നെ ഫോം നെയിം ഉണ്ട്. ഹെഡ്ലൈൻ കൊടുക്കാം. അതിൽ ഹെഡ്ലൈൻ ഉണ്ട്. മുകളിൽ നമ്മൾ കണ്ടില്ലേ, ഹെഡ്ലൈൻ ഉണ്ട്. ഓക്കെ. കോണ്ടാക്ട് എന്തൊക്കെയാണ് ഫീൽഡുകൾ വേണ്ടത് കണ്ടോ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഫോൺ നമ്പർ വേണം, ഫോൺ നമ്പർ എടുക്കാം. ഓക്കെ. അതിവിടെ വന്നിട്ടുണ്ടാവും. ഇതുണ്ടോ. ഓക്കെ. ഡേറ്റ പ്രൈവസി അതുപോലെ തന്നെ. കൺഫർമേഷൻ എൻഡ് പേജ്, താങ്ക് യു, കൺഫേം, എവറിത്തിങ് സെയിം. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ 2 മാസത്തെ കോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ആൾക്കാർ പറയും, ചില സ്ഥാപനക്കാർ പറയും ചിലയിടത്ത് 6 മാസമുണ്ട്, ചിലയിടത്ത് 3 മാസമുണ്ട്. 6 മാസം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ, അവരുടെ കുഞ്ഞ് എന്തെങ്കിലും ടാസ്ക് എടുത്ത് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. അവരുടെ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ ചിലപ്പോൾ ഒരു പേജ് ആണെങ്കിൽ ആ പേജിന്റെ ഫോളോവർ കൂട്ടുന്ന ടാസ്ക് ആയിരിക്കും. അല്ലെങ്കിൽ SEO ആണെങ്കിൽ ഒരു കുഞ്ഞ് ടാസ്ക് ഇതായിരിക്കും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ക്ലിയർ? അത് ഇങ്ങനെ ഇരിക്കും. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട വർക്കുകൾ ചെയ്യുക. ചെയ്തിട്ടാണ് നിങ്ങൾ എക്സ്പെർട്ട് ആവാൻ പറ്റുള്ളൂ. വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ഇതാണ് ഞാൻ എല്ലാവരുടെ അടുത്തും പറയണത്. ഓക്കെ. ലിങ്ക്ഡിൻ ആഡ്. അപ്പൊ നമ്മൾ വളരെ ഡെപ്തിൽ ഇതാണ് കോൺസെപ്റ്റ്. ഗൂഗിൾ ആഡ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഗൂഗിൾ ആഡാണ് ഇതിന്റെ രാജാവ്. ഓക്കെ. ഗൂഗിൾ ആഡിലാണ് എനിക്ക് തോന്നുന്നൊരു അപ്രോക്സിമേറ്റ്ലി 50 കോടിയെങ്കിലും സ്പെൻഡ് ചെയ്തേക്കുന്നത് ഗൂഗിൾ ആഡ്സിൽ. ഇതിൽ ഞാൻ ഒരുപാട് സ്പെൻഡ് ചെയ്തേക്കുന്നത് ഒരു ക്ലയന്റിന് വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു സുൽഫിയുടെ കോമ്പറ്റീറ്റർ ആണ് അവര്. വെസ്റ്റ് ഫോർഡ് അറിയോ? അറിയാം സർ, അറിയാം. നമ്മുടെ കോമ്പറ്റീറ്റർ ആണ്. ഞാൻ പറഞ്ഞല്ലോ. സാറിന് അവരുമായിട്ട് എങ്ങനെയാണ്? അവരുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആദ്യം ഞാനാ ചെയ്തുകൊണ്ടിരുന്നത്. ദുബായ് ഇവിടുത്തെ ഓഫീസാണോ അതോ? ദുബായിലായിരുന്നു ഞാൻ. ദുബായിലെ അവിടുത്തെ ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പൊ എന്നെ അവരൊരു 1 ഓഫ് ദ ഡയറക്ടർ ആക്കാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തത്. ഓക്കെ.
കാരണം അവർക്ക് ഒരുപാട് ഞാൻ എം ബി എ കോഴ്സിന്റെ പ്രൊമോഷൻ ആയിരുന്നു. ഞാനൊരു 1 മില്യൺ ഡാറ്റ എടുത്തു എന്നൊക്കെ പറഞ്ഞ ഓൺലൈൻ MBA ആണ്. ഓക്കെ. മനസ്സിലായി. അപ്പൊ അതിന്റെ CRM LMS ഒക്കെ എനിക്കറിയാലോ. അപ്പൊ അവരെന്നെ അങ്ങനെ ആക്കാൻ വേണ്ടിയാണ് എടുത്ത് ഞാനിവിടെ ട്രിവാൻഡ്രത്ത് അവർക്ക് മൊത്തം ഓഫീസൊക്കെ സെറ്റപ്പ് ചെയ്ത് കൊടുത്ത് ഞാനാ കംപ്ലീറ്റ് വരും. ഓക്കെ. അപ്പൊ എല്ലാ അവർക്ക് ഡയറക്ടേഴ്സും നാട്ടിലുണ്ടെന്ന് തോന്നുന്നല്ലേ ബ്രാഞ്ച്? അവർക്ക് നാട്ടിൽ വലിയ സെറ്റപ്പാ. ട്രിവാൻഡ്രത്തുണ്ട്, കൊച്ചിയിലുണ്ട്. ഓക്കെ. ഇവിടെ ഷാർജയിലാണ്. എനിക്കറിയാം. അപ്പൊ ഞാൻ അങ്ങനെ അവരായിട്ട് ചെയ്തതാണ്. അവരായിട്ട് ഭയങ്കര കണക്ഷനാണ് എനിക്ക്. അവർക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ലിങ്ക്ഡിൽ ആഡ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് MBA ആണ്, നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് യൂറോപ്യൻ MBA ആണ്, കുറച്ചും കൂടി പ്രൊഫൈൽ ഉള്ളവർക്ക് വേണ്ടിയാണ്. അപ്പൊ അവർക്ക് ഇത് ബഡ്ജറ്റ് ഉണ്ടാവാം. ശരിയല്ലേ? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ലിങ്ക്ഡിനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ലിങ്ക്ഡിനിൽ നിങ്ങൾ കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ. ലിങ്ക്ഡിനിൽ ലിങ്ക്ഡിൻ എക്സ്പെൻസീവ് ആണെങ്കിലും വരുന്ന ലീഡ്സ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ആയിരിക്കും അല്ലെ, എൻക്വയറീസ് പൊട്ടൻഷ്യൽ അത് വേറെ. അതുകൊണ്ടാണ് ലിങ്ക്ഡിനിലെ ചെയ്തതെന്ന് പറഞ്ഞല്ലോ. ഞാൻ ഈ ക്ലയന്റിന്റെ എല്ലാ ബഡ്ജറ്റും 90% ബഡ്ജറ്റ് ലിങ്ക്ഡിനിലാണ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ വേറെ ഇതിന് മുന്നത്തെ ക്ലയന്റിന് എന്റെ 90% ഗൂഗിളിലാണ് ചെയ്തത്. ഈ ക്ലയന്റിന് 90% ലിങ്ക്ഡിനിലാണ് ചെയ്തത്. എന്റെ ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് ഞാൻ പ്രൊമോട്ട് ചെയ്ത് 90% ഫേസ്ബുക്കിൽ ചെയ്തത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതും ഫേസ്ബുക്ക് ആയിരുന്നു. അതാ ഞാൻ പറഞ്ഞ ഡിപ്പെൻസ് അപ്പോൺ ക്ലയന്റ്, അവരെ ടാർഗറ്റ് ഓഡിയൻസ്, അവരുടെ പ്രൊഡക്റ്റ്, അവിടെയാണ് നിങ്ങളുടെ ബ്രില്യൻസ്. ഓക്കെ. ഇനി ചില പ്രൊഡക്ഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേണ്ട, സ്യൂട്ടബിൾ അല്ല, വേറെ ഓപ്ഷൻസ് ഉണ്ട് അതിന്. നമ്മുടെ മാർക്കറ്റ് അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണം, ഇപ്പോൾ നമ്മൾ മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്. വി ആർ ഡൂയിങ് മാർക്കറ്റിംഗ്. അപ്പൊ നമ്മളിപ്പോ ഡിജിറ്റലി പഠിക്കണം, ആക്ച്വലി വി ആർ ഡൂയിങ് മാർക്കറ്റിംഗ്. ഇതാണ് ഞാൻ എല്ലാ പിള്ളേരുടെ അടുത്തും പറയുന്നത്. എന്തോ ആൾക്കാർ ടെക്നിക്കൽ IT ജോബ് എന്ന് പറഞ്ഞാൽ വരണം. IT ജോബ് അല്ല. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളൊക്കെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു ഡെമോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാണ്ടിരിക്കാനാണ് ഞാൻ ഈ പറയുന്നില്ല. ഇത് മാർക്കറ്റിംഗ് ആണ്. നമ്മളൊരു ടെക്നോളജി ഉപയോഗിക്കണോ? മാർക്കറ്റിംഗ് അറിയണം നമുക്ക്. മാർക്കറ്റിംഗ് ആണെങ്കിൽ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കണം, ടാർഗറ്റ് ഓഡിയൻസിനെ കുറിച്ച് പഠിക്കണം, കോമ്പറ്റീറ്ററെ കുറിച്ച് പഠിക്കണം, എന്താണ് ക്രിയേറ്റീവ്സിനെ കുറിച്ച് പഠിക്കണം, ആഡിനെ കുറിച്ച് പഠിക്കണം. ഇതാണ് പഠിച്ചാലേ കാര്യം. അല്ലാണ്ട് ടൂള് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായ ക്യാമ്പയിൻ, ആഡ് ഗ്രൂപ്പ് ആഡ്, ഇവിടെ കീവേഡ് ഇടണു, ആഡ് ഇടുന്നു, ബാനർ ഇടുന്നു, ഇതാണ് ടൂൾ. ഇതാണ് എല്ലാ സ്ഥാപനവും പഠിപ്പിക്കണേ. ടൂൾ പഠിച്ചുകൊണ്ട് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റർ ആവില്ല. ജസ്റ്റ് ഇറ്റ്സ് എ ടൂൾ. നമ്മൾ പത്രത്തിൽ ആഡ് ഇടുന്നു. പത്രത്തിൽ ആഡ് നമ്മൾ നോക്കുന്നുണ്ട്, മനോരമ, അവിടെ പോയി ഓഫീസിൽ പോയി കാണണം. ഇതാണ് അത് പഠിപ്പിക്കലേ. ആഡ് എങ്ങനെയാണ്, നമ്മുടെ ആഡ് എങ്ങനെയാണ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് അട്രാക്ട് ചെയ്യുക, എന്തൊക്കെ തരം ഓഫറുകൾ നമ്മൾ ഇടാൻ പഠിക്കണം, എന്തൊക്കെയാണ് ഇതിന്റെ ഓട്ടോമേഷൻ പരിപാടികൾ, എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ അനലൈസ് ചെയ്യുക. ഇത് നിങ്ങൾ പഠിച്ചാലാണ് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുക. അതുകൊണ്ടാണ് ഇത് മാർക്കറ്റിംഗ് ആണെന്ന് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നത്. ഞാൻ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുന്നില്ല കേട്ടോ. ദാറ്റ് ഈസ് ദ ഫാക്ട്. അതുകൊണ്ടാണ് ഞാൻ ആ വർക്ക്ഷോപ്പിലൊക്കെ പോണത്. എല്ലാവരും ഇതിനകത്ത് വന്നിട്ട് അങ്ങനെ എല്ലാവരും വന്ന് കുഞ്ഞു ജോലി ചെയ്യും, ആരും സക്സസ്ഫുൾ ആവില്ല. ക്ലിയർ? ടെൻഷൻ ആയില്ലല്ലോ? ഹലോ, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അത് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ ഇതാണ് ലിങ്ക്ഡിൻ ആഡ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഏത് വലിയ പ്ലാറ്റ്ഫോം എടുത്തോ, ഇവർക്കൊക്കെ ഇതുപോലെ ആഡ് സിസ്റ്റം ഉണ്ട്. അവർ തന്നെ ആഡ് ചെയ്യാം. ഇപ്പൊ സ്നാപ്ചാറ്റ്, അതുമ്പോൾ തന്നെ ആഡ് ഉണ്ട്. എന്തിനും ആഡ് ഉണ്ട്. ട്വിറ്റർ ആഡ് ഉണ്ട്. ഓക്കെ. എല്ലാത്തിനും ആഡ് ഉണ്ട്. ട്രാഫിക് ഉണ്ടോ, അവർ ആഡ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യും. നിങ്ങൾ അവരെ തന്നെ സെർച്ച് ചെയ്താൽ മതി. അവിടെ ചെയ്യുന്ന ക്യാമ്പയിൻ കാണാൻ, ആഡ് കാണാൻ, ടാർഗറ്റ് കാണാൻ, ഒരു 10 രൂപ സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ കിട്ടും. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇപ്പൊ ലിങ്ക്ഡിനിൽ മോസ്റ്റ് ഓഫ് ദം ചെയ്യുന്നതും ലീഡ് ജനറേഷൻ ആണ്. അതേപോലെ തന്നെ ജോബ് ആപ്ലിക്കന്റും ചെയ്യാറുണ്ട്, ജോബ് ആപ്ലിക്കന്റിനെ കിട്ടാൻ വേണ്ടി. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ഉണ്ട്, എൻഗേജ്മെന്റ് ഉണ്ട്, പേജ് ഫോളോവർ കാര്യങ്ങൾ കൂട്ടാം, എൻഗേജ്മെന്റ് ചെയ്യാം. നിങ്ങൾ എല്ലാവരും ചെയ്യണം ഇപ്പൊ തന്നെ കേട്ടോ. ആദ്യം തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ഉണ്ടാക്കി ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് കാര്യമുള്ള പ്രാവശ്യം നിങ്ങൾ ചെയ്യണം, ഇപ്പൊ തന്നെ ചെയ്യണം. എല്ലാവർക്കും ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണോ ലിങ്ക്ഡിൻ?
ക്ലിയറാ സാർ. അതിലിവിടെ ഇതെന്തൊക്കെ നോക്കണം നിങ്ങൾക്ക്? ലുക്ക് ലൈക്ക്, പ്രഡിക്റ്റീവ്, റീടാർഗറ്റിംഗ്, തേർഡ് പാർട്ടി, ഓഡിയൻസ് ആട്രിബ്യൂട്ട്, ജോബ് ടൈറ്റിൽ, ഇത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. ആഡ് ഫോർമാറ്റ് ഇത് നിങ്ങൾക്ക് അറിയുന്നതാണ്. ഫോളോവർ കൂട്ടുന്ന പരിപാടി കാര്യങ്ങൾ, പ്ലേസ്മെന്റ്, ഡെയിലി ബഡ്ജറ്റ്, വളരെ സൂക്ഷിക്കണത്. കാരണം ഇത് വെരി എക്സ്പെൻസീവ് ആണ്, വെരി വെരി എക്സ്പെൻസീവ്. മറ്റേ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിന് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇതൊന്നുകൂടിയും എക്സ്പെൻസീവ് ആണല്ലേ? കമ്പയർ മറ്റേതിനെ വെച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും ഞാൻ ചെയ്തപ്പോൾ ഏറ്റവും എക്സ്പെൻസീവ് ഇതുമാണ്. ഗൂഗിളിലെ ചില കീവേഡുകളുണ്ട്, പക്ഷെ കമ്പാരിറ്റീവ്ലി ഇത് വെരി എക്സ്പെൻസീവ് ആണ്. സാർ യൂട്യൂബിൽ എങ്ങനെയാണ്? അതും നല്ല എക്സ്പെൻസീവ് ആണ്. എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിൾ ആഡുമായി കണക്റ്റഡ് ആണ്. ഓക്കെ സാർ. യൂട്യൂബിൽ ആഡ് ഓർഗനൈസ് അല്ലേ? യെസ്. അത് ഗൂഗിൾ ആഡ്, ഗൂഗിളിന്റെ പ്രൊഡക്റ്റാണ്. അപ്പൊ ഗൂഗിൾ എടുക്കുമ്പോൾ അത് അതിൽ വരും. ഓക്കെ. ഗൂഗിൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം, ഗൂഗിളാണ് എൻ്റെ എല്ലാം, അതിന്റെ രാജാവ്. ഗൂഗിളിൽ നമുക്ക് എല്ലാ പരിപാടിയും ചെയ്യാം. ഗൂഗിൾ ഈസ് സംതിങ് ഡിഫറെന്റ് ആണ്. അതുകൊണ്ടാണ് ഗൂഗിൾ വെരി ബിഗ് ആണ്. ഗൂഗിളിൽ നമുക്ക് വളരെ ഡെപ്തിലുണ്ടാവും. എല്ലാം നമ്മൾ പഠിക്കുന്നില്ല, എല്ലാവരും ചെയ്യും. എല്ലാവരും ക്യാമ്പയിൻ ചെയ്യും, എല്ലാവരും നിങ്ങൾ ഗൂഗിളിൽ ചെയ്യും. വളരെ ഡെപ്തിൽ ക്ലാസ് ഉള്ളതാണ്. കാരണം അതിന്റെ കോൺസെപ്റ്റ് അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ലെവലാണ്. ഇപ്പൊ എല്ലാവരും ഒന്ന് ചെയ്യാൻ പോകുന്നത് ലിങ്ക്ഡിൻ പ്ലീസ്. ആദ്യം തന്നെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഒന്ന് സെറ്റ് ആക്കുക എല്ലാവരും. അതാണ് വെരി ഇമ്പോർട്ടൻറ്റ്.